ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് DLED അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് നിങ്ങൾ അപേക്ഷ അയച്ചതിന് ശേഷമുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കോളേജ് തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് മുഴുവനും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രത്യേകിച്ച് അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 11/8/2025 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പം അതിന് മുൻപേ 10-ാം തീയതി തന്നെ നിങ്ങളുടെ അപേക്ഷ അതായത് DD ഓഫീസുകളിൽ എത്തത്തക്ക വിധം വേണം നിങ്ങൾ അപേക്ഷ അയക്കാൻ. അപ്പം നിങ്ങൾ ഈ അപേക്ഷ അയക്കുന്നത് അതത് ജില്ലകളിലെ DD ഓഫീസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ DD ഓഫീസിൽ എത്തുന്ന ആപ്ലിക്കേഷൻസ് അവർ ആദ്യം DD ഓഫീസിൽ തന്നെയാണ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ലഭിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും അവർ വെരിഫൈ ചെയ്തതിന് ശേഷം അവരൊരു ആപ്ലിക്കൻസ് ലിസ്റ്റ് തയ്യാറാക്കും. അതായത് തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷ അയച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിസ്റ്റാണത്. മാർക്കിൻ്റെ ബേസിൽ അവരൊരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് അവർ തയ്യാറാക്കും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അതായത് നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ്റെ ഡീറ്റെയിൽസ്, ബോണസ് പോയിൻറ്റ്സിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. പക്ഷേ അത് ജസ്റ്റ് നിങ്ങളുടെ മാർക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ആപ്ലിക്കൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് DD ഓഫീസിൽ തയ്യാറാക്കുന്നത്. ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ചില ജില്ലകളിലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്, പക്ഷേ എല്ലാ ജില്ലകളിലും ഇത് പബ്ലിഷ് ചെയ്യാറില്ല. ചുരുക്കം ചില ജില്ലകളിൽ പാലക്കാട്, മലപ്പുറം, അതുപോലെ കോഴിക്കോട്, ഇങ്ങനെ കുറച്ച് തിരുവനന്തപുരം, ഇങ്ങനെ കുറച്ച് ജില്ലകളിലൊക്കെ അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ. നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് DD ഓഫീസിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളത് DD ഓഫീസിൽ നേരിട്ട് ചെന്നത് രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു ലിസ്റ്റ് DD ഓഫീസിൽ നിന്നും കേരള PSCക്ക് അയച്ചു കൊടുക്കും. കേരള PSC ആണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ റിസർവേഷനും നിങ്ങളുടെ മാർക്കും പിന്നെ ബോണസ് പോയിന്റ്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന PSC ആണ്. അപ്പോൾ എങ്ങനെയാണ് PSC ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം, കാണേണ്ടവരത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ PSC ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം തിരികെ അതത് DD ഓഫീസുകളിലേക്ക് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കും. ശേഷം DD ഓഫീസിൽ നിന്നും ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. മിക്ക ജില്ലകളിലും അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, ആ ഒരു വെബ്സൈറ്റിലായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ ചുരുക്കം ചില ജില്ലകളിൽ മാത്രം അവർ DD ഓഫീസിലെ നോട്ടീസ് ബോർഡിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. മുൻവർഷങ്ങളിലൊക്കെ ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ ഇങ്ങനെ 3-4 ജില്ലകളിൽ മാത്രമാണ് DD ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ മുൻവർഷങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും അവർക്ക് വെബ്സൈറ്റിൽ തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോസ് ഒക്കെ ചെയ്യും. അതുപോലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുമ്പോഴും നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് കിട്ടുന്നതനുസരിച്ച് നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും രണ്ടായിട്ടാണ് വരുന്നത്. ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പറഞ്ഞിട്ടൊരു റാങ്ക് ലിസ്റ്റ്, സെൽഫ് ഫിനാൻസിൻ്റെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് പറഞ്ഞിട്ട് മറ്റൊരു റാങ്ക് ലിസ്റ്റ്, അങ്ങനെയായിരിക്കും വരുന്നത്. ചിലപ്പോൾ അത് ഒരു ദിവസം തന്നെ വരും, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പിൽ. ചിലപ്പം ഫസ്റ്റ് ഡേ വരുന്നത് ഗവൺമെൻറ് എയ്ഡഡ് ആയിരിക്കും, ഒരു ദിവസം അല്ല 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സെൽഫ് ഫിനാൻസിന് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ ഷുവർ ലിസ്റ്റ് എന്നും വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഷുവർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ഉറപ്പാണ്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു ഷുവർ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളുടെ ആബ്സെൻസിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷുവർ ലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം കൂടി മിക്സ് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഒരു ജനറൽ വിഭാഗം കുട്ടിയായിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് വരുന്നത് ഒരു SC/ST ആയിരിക്കും, ചിലപ്പോൾ തേർഡ് വരുന്ന ഒരു EWS ആയിരിക്കും, ഫോർത്ത് വരുന്നത് വീണ്ടും ഒരു ജനറൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷുവർ ലിസ്റ്റ് റാങ്ക് വരുന്നത്. ഓക്കെ,
അപ്പം ഈ പറഞ്ഞ പോലെ ഷുവർ ലിസ്റ്റിലുള്ള കുട്ടികൾ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലൊക്കെ തീർച്ചയായിട്ടും കരുതണം. CCയും TCയും ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെൻസും കരുതിയിട്ട് വേണം പോകാൻ. നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റിനൊക്കെ പകരമായിട്ട് നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് വെച്ച് അയക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ തീർച്ചയായിട്ടും എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ മീൻസ് ഇപ്പം SC/ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം കരുതി വേണം പോകാൻ. ഓക്കെ, കാരണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ മിക്ക ജില്ലകളിലും അതത് സർട്ടിഫിക്കറ്റുകൾ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴേ നിങ്ങൾ കരുതി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷുവർ ലിസ്റ്റിലുള്ളവരുടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഷുവർ ലിസ്റ്റിൻ്റെ തൊട്ട് താഴെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഷുവർ ലിസ്റ്റിലുള്ളവരുടെ ആബ്സെൻസിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ വിളിക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷുവർ ലിസ്റ്റിൽ ഇപ്പം ഫസ്റ്റ് 1ാം റാങ്കിലുള്ള ഒരു കുട്ടിയെ വിളിക്കുന്നു ഇൻ്റർവ്യൂവിന്. ആ ടൈമിൽ ആ കുട്ടി അവിടെ പ്രസൻറ്റ് അല്ലെങ്കിൽ അതേ ജനറൽ വിഭാഗത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ 1ാമത് കിടക്കുന്ന കുട്ടിയായിരിക്കും അടുത്തത് അവർ വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ 2ാമത് കിടക്കുന്ന SC/ST വിഭാഗത്തിലുള്ളൊരു കുട്ടി, ആ കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ടൈമിൽ ആ കുട്ടി അവിടെ ഹാജരല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ SC/ST കാറ്റഗറിയിൽ ആദ്യം കിടക്കുന്ന കുട്ടിയായിരിക്കും പിന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ വിളിക്കുന്നത്. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് കരുതി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നൊന്നും നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തായാലും ആദ്യത്തെ കുറേ റാങ്കിലുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും വരുന്നത്. ഇനി അടുത്ത ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ആണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നൊന്നും അല്ല ഇൻ്റർവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ വെരിഫൈ ചെയ്യുകയാണ് ഇൻ്റർവ്യൂയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ SSLC+2 നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, ബോണസ് പോയിൻറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള വെയിറ്റേജ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം അവരെന്ത് ചെയ്യും? അവർ വെരിഫൈ ചെയ്യും. അതാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കരുതണം. കാരണം നിങ്ങളുടെ ഈ ഒരു റിസർവേഷനൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ആ ഒരു റിസർവേഷനും നിങ്ങളുടെ +2 മാർക്കും എല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് PSC. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കൃത്യമായ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ തന്നെ നഷ്ടമാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഷുവർ ലിസ്റ്റിലുള്ളവർക്കായാലും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കായാലും ഇൻ്റർവ്യൂ കാർഡ് അവർ അയക്കാറുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂ കാർഡിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണ് കിട്ടിയിരിക്കുന്ന, ഗവൺമെൻറ് എയ്ഡഡ് ആണോ അതോ സെൽഫ് ഫിനാൻസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് ഇൻ്റർവ്യൂവിന് പോകേണ്ട ഡേറ്റ്, പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഇൻ്റർവ്യൂ കാർഡിൽ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ കോളേജ് തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ പരിശോധിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് കോളേജാണ് ആവശ്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് നിങ്ങൾക്ക് അവിടെ പറയാം. ആ ഒരു കോളേജിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് അവിടെ അലോട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കോളേജ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആയാലും സെൽഫ് ഫിനാൻസിൻ്റെ ആയാലും റാങ്ക് ലിസ്റ്റും ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും കോളേജ് ചൂസ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ്. ഇനി അടുത്തതൊരു മാറ്റമുള്ളത് എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലാണ്. ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. എയ്ഡഡ് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതായത് മൈനോറിറ്റി വിഭാഗങ്ങൾ നടത്തുന്ന കോളേജുകളാണ് എയ്ഡഡ് മൈനോറിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ആ ഒരു കോളേജിൽ പോയി തന്നെയാണ് ആപ്ലിക്കേഷൻ വാങ്ങിച്ച് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ പറയാനുള്ള കാരണം എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലൊന്നും പ്രസിദ്ധീകരിക്കില്ല. അതത് കോളേജുകളിൽ തന്നെയാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അവർ തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവർ തന്നെ അതത് കോളേജുകളിലെ നോട്ടീസ് ബോർഡിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവർ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങളെ വിളിക്കും. നിങ്ങളെ ഫോണിലൂടെയൊക്കെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇടയ്ക്കൊക്കെ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ്റെ സാധ്യതയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എയ്ഡഡ് മൈനോറിറ്റിയുടെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഓരോ ടൈമിലും അതത് വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക് യു.